എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 15 റിവ്യൂ ആണ്. ഇന്നലത്തെ എപ്പിസോഡ് ഫുള്ള് കണ്ടു കഴിയുമ്പോൾ നമുക്ക് തോന്നും ശൈത്യ അനുമോളുടെ കൂടെ നിന്ന് ചതിച്ചു, അനുമോളുടെ കൂടെ നടന്ന് മറ്റുള്ളവരെ പറ്റി കുറ്റം പറഞ്ഞിട്ട് ഇപ്പം അതൊക്കെ കൂടെ അനുമോളുടെ തലയിലേക്ക് മാത്രം ഇട്ടുകൊടുത്ത് ശൈത്യ അനുമോളെ വഞ്ചിച്ചു എന്നൊക്കെ തോന്നും. എനിക്കതിൽ യാതൊരു പുതുമയും തോന്നിയിട്ടില്ല. കാരണം ആദ്യത്തെ ആഴ്ചയിലുള്ള ശൈത്യൻ്റെ ചില അഭിപ്രായങ്ങൾ കേട്ട സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാത്ത ഒരാളാണ് ശൈത്യ എന്നുള്ളത് എനിക്ക് തോന്നിയിരുന്നു. ശൈത്യക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യം വന്നാൽ കൂടെ നിൽക്കുന്ന ആളുടെ തലയിൽ നൈസായിട്ട് ഇട്ടിട്ട് ശൈത്യ അങ്ങ് സേഫ് ആകാനായിട്ട് നോക്കും. അത് ആദ്യത്തെ ആഴ്ചയിൽ മേക്കപ്പ് ഉപയോഗിച്ചതിനെതിരെ ചോദ്യം വന്ന സമയത്ത് തന്നെ ശൈത്യ തെളിയിച്ചിട്ടുള്ളതാണ്. ശൈത്യ അങ്ങനെ മറ്റുള്ളവരുടെ തലയിലേക്ക് ഇട്ടിട്ട് നൈസായിട്ട് ഒഴിയാനായിട്ട് നോക്കുന്നുള്ളത്. പക്ഷെ കഴിഞ്ഞ ആഴ്ചത്തെ ശൈത്യന്റെ പെർഫോമൻസ് കണ്ടപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ കറക്റ്റായിട്ട് ശൈത്യക്ക് നേരെ ചോദ്യം വന്നു, ശൈത്യ നേരെ തിരിഞ്ഞു. അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. യാതൊരു തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റിയും, ഇത്തരം റെസ്പോൺസിബിലിറ്റി, അതായത് ഈ കൂട്ടുപങ്കാളിത്തം എന്നൊക്കെ പറയില്ലേ, അത് ശൈത്യ ഏറ്റെടുക്കൂല. പോസിറ്റീവ് ആണെങ്കിൽ ശൈത്യം കൂടെ മുന്നിൽ നിന്നിട്ടാണൊക്കെ ഇങ്ങനെ എന്നൊക്കെ പറയും. പക്ഷെ നെഗറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ചോദ്യം ശൈത്യക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ശൈത്യ അത് ഏറ്റെടുക്കത്തേ ഇല്ല. കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ തലയിലേക്ക് ഇട്ടിട്ട് മാറി നിൽക്കത്തേ ഉള്ളൂ. അത് ശൈത്യം ഒന്നും കൂടെ പ്രൂവ് ചെയ്തു എന്നേ ഉള്ളൂ. ഏതായാലും എപ്പിസോഡിലേക്ക് വന്നാൽ ആദ്യം തന്നെ ഈ കിച്ചൺ ടീമിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ലാലേട്ടൻ പറയുന്നു ഒരു വീട്ടിൽ ഏറ്റവും സമാധാനമുള്ളൊരു സ്ഥലം കിച്ചണാണ്. പക്ഷെ കഴിഞ്ഞ ആഴ്ചയിൽ ഏറ്റവും കുറവ് ഭക്ഷണം ഉണ്ടാക്കിയതും ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയതും കിച്ചണിലാണെന്ന് ചോദിക്കുന്നു. ഈ അനീഷും ബിന്നിയും തമ്മിലുള്ള വഴക്കിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അനീഷ് കിച്ചണിന്റെ സ്ലാബിന്റെ മേളിലുള്ള ഉറുമ്പിനെ തൂത്ത് കളയാനായിട്ട് ബാത്റൂമിൽ തൂക്കുന്ന ചൂൽ ഉപയോഗിച്ചു എന്ന് ബിന്നി. ബാത്റൂമിൽ തൂക്കുന്ന ചൂൽ എങ്ങനെ കിച്ചണിൽ വന്നു എന്ന് അനീഷ്. അപ്പൊ ഒണിയിൽ എണീറ്റിട്ട് അനീഷിനെതിരെ പറയുന്നു, ഞാൻ കിച്ചൺ ടീമിൽ നിന്ന് മാറിയ സമയത്ത് തന്നെ അനീഷിന്റെ അടുത്ത് പറഞ്ഞു കൊടുത്തതാണ് ഈ ഉറുമ്പ് വരുന്ന ഇഷ്യൂവിനെയൊക്കെ പറ്റിയിട്ട്. അവിടെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ക്ലീൻ ചെയ്യേണ്ടത് കുക്കിംഗ് ടീം തന്നെയാണ്, അല്ലാതെ വെസൽ ടീം അല്ല. ഇവര് വന്ന സമയത്ത്, ഈ അനീഷിന്റെ ടീം വന്ന സമയത്ത് അവര് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ തന്നെ ഇട്ടിട്ട് പോവായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഉറുമ്പ് വന്നതെന്ന് ഒണിയിൽ പറയുന്നു. അപ്പൊ അക്ബർ പറയുന്നു അങ്ങനൊന്നുമല്ല, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പാപ്പ തന്നെ ക്ലീൻ ചെയ്തിട്ട് പോയിരുന്നു എന്ന്. പിന്നെ ജിസേല് ഒറ്റയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നതിനെതിരെ സരികേന്റെ കംപ്ലൈന്റിനെ കുറിച്ചിട്ട് ചോദിക്കുന്നു. അപ്പൊ സരിക പറയുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കും അതേ തരത്തിലുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി തന്നായിരുന്നു, അതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു എന്ന്. ഇപ്പൊ സരിക ജിസേലിന്റെയും അക്ബറിന്റെ ഒക്കെ ടീമിലായതുകൊണ്ട് അങ്ങനെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് അത് ക്ഷമിച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിട്ടുള്ളൊരു വലിയ വഴക്കിനെ പറ്റിയിട്ടാണ്. അനീഷ് ഭക്ഷണം കളയാൻ ശ്രമിച്ചു എന്നും പറഞ്ഞ് വലിയൊരു വഴക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് ചോദിക്കുകയാണ്. അപ്പൊ അക്ബർ പറയുന്നത് 2 സ്പൂൺ ചോറ് മാത്രം എല്ലാവർക്കും കൊടുത്താൽ മതി, ആവശ്യമുള്ള ആൾക്കാർ പിന്നെ വന്ന് എടുക്കട്ടെ എന്ന് പറഞ്ഞ അനീഷ് ഒരു ബൗള് നിറയുള്ള ചോറ് കളയാൻ പോയപ്പോൾ അതിനെതിരെയാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അനീഷ് പറയുന്ന മറുപടി എന്താന്ന് വെച്ചാല്, ആദ്യത്തെ കിച്ചൺ ടീമിനോട് എത്രയാണ് അരി ഇടണ്ടേന്ന് ചോദിച്ചപ്പോ 10 ഗ്ലാസ് അരിയാണ് ഇടണ്ടേന്ന് പറഞ്ഞു. പക്ഷെ ആ പാത്രത്തിൽ 10 ഗ്ലാസ് അരി പോവില്ല, 4 ഗ്ലാസ് അരിയേ പോവുള്ളൂ. ആ 4 ഗ്ലാസ് അരി ഇട്ടിട്ട് തന്നെ ചോറ് കരിയുന്നുണ്ടായിരുന്നു. അപ്പൊ വൈകുന്നേരമൊക്കെ ആയപ്പോൾ ചോറിന് നല്ല സ്മെല്ലും വരാൻ തുടങ്ങി. അപ്പൊ ഷാനവാസ് എഴുന്നേറ്റ് പറയുന്നു ഞാനും കംപ്ലൈന്റ് ചെയ്തിരുന്നു അങ്ങനെ സ്മെല്ല് വരുന്നതിനെതിരെ. അപ്പൊ അനീഷ് പറയുന്നു അത്തരത്തിൽ കംപ്ലൈന്റ് വന്നപ്പോഴാണ് കളയാം എന്നുള്ള തരത്തില് ജിസേലിന്റെ അടുത്ത് സംസാരിക്കുന്നത്. പക്ഷെ അപ്പോഴേക്കും അത് കേട്ടോണ്ട് നിന്ന് അക്ബർ അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കി, ബാക്കി എല്ലാവരും കൂടെ അത് ഏറ്റുപിടിച്ചു. ശരിയാണ്, അന്ന് ശൈത്യയും ബിൻസിയും കൂടെ നിന്നിട്ട് സംസാരിച്ചിരുന്നു. ബിൻസി കിച്ചൺ ടീം ആയിരുന്നല്ലോ. അപ്പോൾ കുറെ ആൾക്കാർ കൊണ്ടുവന്ന് ചോറ് വേസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ അനീഷ് പറഞ്ഞു എല്ലാവർക്കും 2 സ്പൂൺ ചോറ് വീതം തരാം, ആവശ്യമുള്ള ആൾക്കാർ പിന്നെ എടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ചോറ് കരിഞ്ഞിട്ട് ഈ സ്മെല്ല് വരുന്നുണ്ട് എന്നുള്ളത് പലരും വന്ന് കംപ്ലൈന്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനുമാണ് വൈകുന്നേരം ആ ചോറ് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോഴാണ് കളയട്ടെ എന്ന് ചോദിച്ചത്. ഇവര് അനീഷേട്ടനെ വെച്ചിട്ട് കണ്ടന്റ് ഉണ്ടാക്കുകയാണ്, അല്ലാതെ ഇപ്പൊ ഈ കാര്യത്തിൽ അനീഷേട്ടന്റെ ഭാഗത്തൊരു തെറ്റുമില്ല എന്നൊക്കെ ബിൻസി അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അത് തന്നെ അനീഷ് അവിടെ പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നിവിന്റെ മോഷണത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ടാണെങ്കിൽ അത് ഇന്നത്തോടെ നിർത്തിക്കൊള്ളാൻ പറയുന്നു. പിന്നെ നിവിന്റെ അടുത്ത് ഒരു കാര്യം 10ഉം 14ഉം പ്രാവശ്യം ഞങ്ങൾക്ക് പറയേണ്ടി വരുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിവിൻ നിർത്തിക്കോ, ഇല്ലെങ്കിൽ നല്ല പിഴയും ഉണ്ടാവും എന്ന് പറയുന്നു. ഇത് ലാസ്റ്റ് വാണിംഗ് ആണെന്ന് നിവിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് ലാലേട്ടൻ ചോദിക്കുന്നത് ഈ കുക്കിംഗ് ടീമിനെ പറ്റി നല്ലതാർക്കെങ്കിലും പറയാനുണ്ടോ എന്നാണ്. അപ്പൊ അഭിലാഷ് എഴുന്നേറ്റിട്ട് പറയുന്നു അതിൽ 4 പേർക്ക് ഭക്ഷണം ഉണ്ടാക്കാനൊന്നും കറക്റ്റായിട്ട് അറിയില്ല, എന്നാലും അവരെ കൊണ്ട് പറ്റുന്നത് പോലെ മാക്സിമം നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കി
എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു എന്ന് പറയുന്നു. അടുത്ത വിഷയമാണ് അക്ബറും രേണുവായിട്ടുള്ള പ്രശ്നം. രേണു എന്ത് ചെയ്താല് അക്ബറിന് മാപ്പ് കൊടുക്കൂല, അക്ബറിനോട് ക്ഷമിക്കൂല. അക്ബർ ശ്രമിക്കാവുന്നതിന്റെ മാക്സിമം ആ കാര്യത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അക്ബർ പറയുന്നു ഞാൻ എന്റെ പെണ്ണിന്റെ പിന്നാലെ പോലും ഇങ്ങനെ നടന്നിട്ടില്ല എന്ന്. അപ്പോ ലാലേട്ടൻ രേണുവിനെ വിളിക്കുന്നു, രേണുവിനോട് ചോദിക്കുന്നു, രേണുവിനോട് ആരെങ്കിലും പറഞ്ഞോ, ക്ഷമിക്കരുത് എന്ന് പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോ രേണു പറയാണ്, ഞാൻ ഇവിടെ വന്ന് സൂചേട്ടൻ മരിച്ചതിന് ശേഷം എനിക്ക് ഒരുപാട് സൈബർ ബുള്ളിങ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ വന്ന് ആദ്യത്തെ ദിവസം തന്നെ എന്നെ അങ്ങനെ വിളിച്ചു. 2-3 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെയും പറയാം. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു 2-3 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലേന്ന്. അപ്പൊ രേണു പറയാണ് അങ്ങനെയല്ല, 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇങ്ങനെ പറയുന്നതെങ്കിൽ ഒരു കാരണം ഉണ്ട് എന്നെങ്കിലും പറയാം. പക്ഷെ ഇത് എനിക്കൊരു വലിയ മുറിവായിട്ട് എന്റെ മനസ്സിലുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ലാലേട്ടൻ ചോദിച്ചു ആ മുറിവിൽ ആരെങ്കിലും മുളക് തേച്ചിരുന്നോ? എന്നിട്ട് ശാരികനെ വിളിക്കുന്നു. അപ്പൊ ശാരിക രേണുവിന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാനാണെങ്കിൽ ഈ കാര്യത്തിൽ ക്ഷമിക്കത്തില്ല, നീയും ക്ഷമിക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് രേണു ശരിക്കും സീരിയസ് ആയിട്ട് അതൊരു പ്രശ്നമാക്കാതെ അതങ്ങ് ക്ഷമിച്ച് വിട്ടതായിരുന്നു. പക്ഷെ ശാരിക ഇത് പറഞ്ഞതിന് ശേഷമാണ് ഒരു കാരണവശാലും ഞാൻ ക്ഷമിക്കത്തില്ല എന്നുള്ളൊരു നിലപാടിലേക്ക് വന്നത്. കഴിഞ്ഞ ആഴ്ച രേണുവിന് കിട്ടുന്ന മാക്സിമം സ്പേസിൽ രേണു ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്, എന്ത് വന്നാലും ഞാൻ ക്ഷമിക്കത്തില്ല, എന്റെ മനസ്സിൽ നിന്ന് അത് പോകത്തില്ല എന്നൊക്കെ. ഏതായാലും ഈ അക്ബർ രേണുവിന്റെ പുറകെ നടന്ന് മാപ്പിന് വേണ്ടിയിട്ട് പുറകെ നടക്കുന്ന ഓരോരോ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും രേണു പറയാണ്, ഞാൻ ദേ ഈ വേദിയിൽ വെച്ച് പറയുന്നു ഞാൻ ക്ഷമിച്ചിരിക്കുന്നു, മാപ്പ് കൊടുക്കുന്നു എന്ന്. എന്നിട്ട് പറയുന്നു ഇനി ഇതുപോലൊരു വാക്ക് എന്നെ വിളിക്കരുത്. അപ്പൊ ലാലേട്ടൻ തിരുത്തുന്നു, എന്നെ വിളിക്കരുത് എന്നല്ല, ഇതുപോലൊരു വാക്ക് ഇനി ഒരാളെയും വിളിക്കരുത് എന്ന് പറയുമെന്ന്. അതിനുശേഷം നോമിനേഷനിലുള്ള ആൾക്കാരോട് എഴുന്നേക്കാൻ പറയുന്നു. ഷാനവാസിന്റെ ക്യാപ്റ്റൻസിനെ പറ്റിയിട്ട് ചോദിക്കുമ്പോൾ നല്ലത് ക്യാപ്റ്റൻസി ആണെന്ന് പറയുന്നു. അങ്ങനെ ഷാനവാസിനെ സേവ് ചെയ്യുന്നു. പിന്നീട് അനീഷിനോട് ചോദിക്കുന്നു ബാക്കിയുള്ളവരിൽ ആരെയെങ്കിലും സേവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന്. അപ്പൊ അനീഷ് പറയുന്നു എന്റെ ടീമിൽ ഉണ്ടായിരുന്ന ജിസേലിനെ സേവ് ചെയ്താൽ കൊള്ളായിരുന്നു എന്ന്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു ജിസേലിനെ സേവ് ചെയ്യാൻ പറ്റൂല, പകരം ആര്യനെ സേവ് ചെയ്യാന്ന് പറഞ്ഞ് ആര്യനെ സേവ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അനീഷിന്റെ അടുത്ത് ചോദിക്കുകയാണ് ഈ സ്റ്റോറി പറഞ്ഞതിൽ ആരുടെ സ്റ്റോറിയാണ് ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചപ്പോൾ ശാരിക പറഞ്ഞിട്ടുള്ളതാണ് ഇഷ്ടപ്പെട്ടതെന്ന് പറയുന്നു. അതിന്റെ കൂടെ പറഞ്ഞത് ഞാൻ ഏതെങ്കിലും തരത്തിൽ ശാരിക പറഞ്ഞ കഥയിലല്ല, സ്റ്റോറിയിലല്ല ഇടപെട്ടത്, പകരം പുരുഷന്മാരും അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞതാണ് എന്ന്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു പൊതുവെ അനീഷ് സ്ത്രീവിരുദ്ധനാണ് എന്നുള്ളൊരു നിലപാടാണ് ആൾക്കാർക്കുള്ളത്. ഈ അനീഷിനെ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്തും അനീഷ് സ്ത്രീവിരുദ്ധനാണ് എന്ന് പറഞ്ഞിട്ടാണ് ലാലേട്ടൻ അവതരിപ്പിച്ചത്. പക്ഷെ എനിക്കിതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ, അങ്ങനെ ഒരു ഫീലേ വന്നിട്ടില്ല. അങ്ങനെ ഒരു മൈൻഡുള്ള ആളാണ് അനീഷ് എന്നുള്ളത് ഇതുവരെ അനീഷ് പുറത്ത് കാണിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെ മനസ്സിലായിട്ടുമില്ല. എന്നിട്ട് ലാലേട്ടൻ പറയുന്നു ഇവിടുന്ന് പോകുന്ന സമയത്ത് അങ്ങനത്തെ നിലപാടൊക്കെ മാറി എല്ലാവരും ഈക്വൽ ആണ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ വരട്ടെ എന്ന് പറയുന്നു. എനിക്ക് അനീഷിന്റെ പല സംസാരത്തിൽ നിന്നും അനീഷ് അങ്ങനെ വിചാരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇനി മറിച്ചൊരു നിലപാടുണ്ടോ അത് ഇതുവരെ അനീഷ് പ്രകടിപ്പിച്ചിട്ടില്ല. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രൊമോയിൽ കാണിച്ചിട്ടുള്ള കഴിഞ്ഞ ആഴ്ചയിലെ ക്യാപ്റ്റന്മാരെ പറ്റിയിട്ട് ചോദിക്കുന്നത്. ഷാനവാസിനോട് ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ചിലപ്പോൾ അനീഷാണ് ഉത്തരം പറയുന്നതെന്ന്. അപ്പൊ അനീഷ് പറയുന്നു ചില സാഹചര്യങ്ങളിൽ ഷാനവാസ് വേണ്ടത്ര ഇടപെടാറില്ല, അപ്പോഴാണ് ഇടപെടുന്നതെന്ന്. ഷാനവാസ് പറയുന്നു അനീഷ് ഇടപെടുന്നത് പോലെ എല്ലാ കാര്യത്തിലും ഇടപെടാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന്. അതുപോലെ തന്നെ അനീഷിന്റെ ഈ നടപ്പിനെ പറ്റിയിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. ഉപഗ്രഹം എന്നാണ് അനീഷിനെ അവിടെ പലരും വിളിക്കുന്നത് എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. അപ്പൊ ഈ നടത്തം എന്ന് പറയുന്നത് വെറും ഒരു എക്സസൈസ് ആയിട്ട് മാത്രമാണോ അതോ ഏതെങ്കിലും തരത്തിലൊരു ടാക്ലിംഗ് രീതിയായിട്ടാണോ അത് ഉപയോഗിക്കുന്നതെന്ന് അത് എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് അനീഷ് ഇങ്ങനെ നടക്കും. അപ്പൊ ഈ നടത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നടക്കുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തുനിന്ന് ഈ ആൾക്കാർ പറയുന്നത് ഒക്കെ ഇഗ്നോർ ചെയ്ത് ഒന്ന് റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ട് നടക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അനീഷും പറയുന്നു ചിലപ്പോൾ ഞാൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കും, പക്ഷെ ചിലപ്പോൾ റിലാക്സ്ഡ് ആവാൻ വേണ്ടിയിട്ടും നടക്കും എന്നുള്ളത്. അടുത്തത് വെസൽ ടീമിനെ പറ്റിയിട്ട് ചോദിക്കുന്നു. വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള നെവിന്റെ പെർഫോമൻസിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ നെവിൻ പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ലാലേട്ട വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ ആവുന്നതെന്ന്. ഞാൻ പാത്രങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നു മോനെ വെസൽ ടീമിൽ എന്താണ് ഇത്ര പണിയുള്ളത്, വളരെ മോശം ക്യാപ്റ്റൻ ആയിരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ, ഒരു തരത്തിലുള്ള ജോലിയും അവിടെ ചെയ്തിട്ടില്ല. പിന്നീട് ക്യാപ്റ്റനായിട്ടുള്ള ഷാനവാസിനെ പറ്റിയിട്ടാണ് ചോദിക്കുന്നത്. ശരത്ത് പറയുന്നു നല്ല ക്യാപ്റ്റൻ ആയിരുന്നു, മറ്റേ ക്യാപ്റ്റൻ വളരെ മോശമായിരുന്നു എന്നും പറയുന്നു അനീഷിനെ പറ്റിയിട്ട്. പക്ഷെ റെന പറയുന്നു ക്യാപ്റ്റന്റെ പെർഫോമൻസ് കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇടയ്ക്ക് ബിഗ് ബോസ് എപ്പോഴും ക്യാപ്റ്റൻ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല ക്യാപ്റ്റൻ
ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ അങ്ങനെ പറയേണ്ടി വരില്ലായിരുന്നല്ലോ എന്നും റെന പറയുന്നുണ്ട്. പിന്നീട് അടുത്ത ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്ന ടാസ്ക് ആയിരുന്നു. അപ്പോൾ ക്യാപ്റ്റൻസി ടാസ്കിൽ പങ്കെടുക്കുന്നത് ആര്യൻ, ജിസേല്, അഭിലാഷ്. അപ്പൊ സൈക്കിൾ യജ്ഞം എന്നുള്ളതാണ് ടാസ്കിന്റെ പേര്. അപ്പോൾ ആക്ടിവിറ്റി ഏരിയയിൽ ഒരു വലിയ വൃത്തം ഉണ്ട്, അതിന്റെ നടുക്കൊരു ചെറിയ വൃത്തമുണ്ട്. അപ്പൊ ഇതിന് ഇടയ്ക്കുള്ള സ്പേസിൽ കൂടെ സൈക്കിൾ ഓടിക്കുക. ബസർ ടു ബസർ ആണ് ടാസ്ക്. അപ്പൊ ഈ ലൈൻസിന്റെ പുറത്ത് പോയി കഴിഞ്ഞാൽ അവർ ഔട്ടാണ്. അപ്പൊ ആദ്യം തന്നെ അഭിലാഷിന്റെ സൈക്കിളിന്റെ പുറകിൽ ചവിട്ടി ലൈനിന് പുറത്താക്കിയിട്ട് അഭിലാഷിനെ ഔട്ടാക്കുന്നു. പിന്നീട് ജിസയിലും ആര്യനും തമ്മിലായിരുന്നു. അവർ തമ്മിൽ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ജിസേൽ മാക്സിമം പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ആര്യൻ അവസാനം കൈകൊണ്ടെടുത്ത് ലൈനിന്റെ അപ്പുറത്തേക്ക് വെച്ച് അങ്ങനെ ജിസേലിനെ ഔട്ടാക്കി. ആര്യനാണ് ക്യാപ്റ്റൻ ആയിട്ടുള്ളത്. ആര്യന്റെ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടതിന്റെ ഒരു അടിസ്ഥാനത്തിൽ പറഞ്ഞാല് ക്യാപ്റ്റന്റെ ബാഡ്ജ് ആര്യന്റെ കയ്യിലും ഭരണം വേറെ ആൾക്കാരുടെ കയ്യിലുമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ക്യാപ്റ്റൻസി ടാസ്ക് കഴിഞ്ഞതിന് ശേഷം പുതിയ ക്യാപ്റ്റനെ അഭിനന്ദിക്കുന്നു. പുതിയ ക്യാപ്റ്റനായിട്ട് എന്തൊക്കെ മാറ്റാണ് വരുത്താൻ പോകുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ആര്യൻ പറയുന്നു, ഞാൻ എല്ലാ ടീമിലും പോയിട്ട് വർക്ക് ചെയ്യും, ഒരു ടീമിലേക്ക് മാത്രം ഒതുങ്ങില്ല, പഴയ ക്യാപ്റ്റന്റെ അടുത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കും എന്നൊക്കെ ആര്യൻ പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും എവിക്ഷൻ പ്രക്രിയയിലേക്ക് വരികയാണ്. അപ്പൊ ലാലേട്ടൻ പറയുന്നു, ഇതിനകത്ത് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും പുറത്ത് റിഫ്ലക്ട് ചെയ്യും. അങ്ങനെ ഓരോരുത്തരോടും ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെയാണ് അവിടെ പെർഫോം ചെയ്തിട്ടുള്ളത്, എന്തായിരുന്നു നിങ്ങളുടെ പ്രവൃത്തി എന്നൊക്കെ ചോദിക്കുന്നു. ശരത്തിനാണ് ചോദിക്കുന്നത്. അപ്പൊ ശരത്ത് പറയുന്നു, ജനങ്ങൾ എന്ത് തീരുമാനിച്ചാലും അതുപോലെ സ്വീകരിക്കും എന്നുള്ളത്. അപ്പോൾ ലാലേട്ടൻ പറയുന്നു, ഈ അഗ്രസീവ് ആവുന്ന സ്വഭാവമൊക്കെ കുറച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ആദിലേന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ആദിലേം പറയുന്നത് ജനങ്ങൾ എന്ത് തീരുമാനിക്കുന്നു അതേപോലെ എന്നാണ്. അങ്ങനെ ആദില, അനുമോള്, അതായത് ആദില, നൂറ, അനുമോള്, അപ്പാനി, ഇവരെ 3 പേരെയും സേവ് ചെയ്യുന്നു. എന്നിട്ട് അനുമോളോട് ചോദിക്കുന്നു, ഇതിൽ ആര് പോയാലാണ് സങ്കടം വരിക എന്നുള്ളത്. അപ്പൊ ശൈത്യ പോയാലാണ് എന്ന് പറയുന്നു, ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് പറയുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും വേറെ ആരും എന്നോട് അങ്ങനെ മിണ്ടാറില്ല എന്നും അനുമോള് പറയുന്നു. അക്ബറിനോട് ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നത് ഒരു പിടുത്തം ഇല്ല ലാലേട്ടാ. അപ്പൊ പിന്നെ ലാലേട്ടൻ പറയുന്നു, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല പ്രേക്ഷകരെടുക്കുന്നത് എന്നുള്ളത്. എന്നിട്ട് അക്ബറിനെ സേവ് ചെയ്യുന്നു. പിന്നീടുള്ളത് ബിന്നിയാണ്. ബിന്നി പറയുന്നു, ഞാൻ പിന്നെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്, തെറ്റ് ചെയ്തിട്ടുള്ളതിനൊക്കെ പോയിട്ട് സോറി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു. ബിന്നിനെ സേവ് ആക്കുന്നു. നെവിനാണ്. നെവിനോട് ചോദിക്കുന്നു, കള്ളനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിന് ഞാൻ വീട്ടിൽ ഈ പാൽപ്പൊടി മോഷ്ടിക്കുന്നത് പോലെ മോഷ്ടിച്ചിട്ടുള്ളൂ ലാലേട്ട എന്ന് പറയുന്നു. അങ്ങനെ നെവിനെയും സേവ്ഡ് ആക്കുന്നു. ലാസ്റ്റ് വന്നിട്ടുള്ളത് ജിസയിലും ശൈത്യയാണ്. സത്യം പറഞ്ഞാൽ ഇന്നലെ ലാലേട്ടന്റെ ആ ഒരു ഭാഗം എപ്പിസോഡ് ഇങ്ങനെ വലിച്ചു നീട്ടി 1 മണിക്കൂർ എങ്ങനെയെങ്കിലും തികച്ചതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ആദ്യം ജിസേലിനെ സേവ് ചെയ്യുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞതിന് ശേഷം പറയുന്നു നോ എവിക്ഷൻ എന്ന്, ഞങ്ങളുടെ തീരുമാനം ഇതാണ്, നോ എവിക്ഷൻ എന്നുള്ളത് ലാലേട്ടൻ കാണിക്കുന്നു. അങ്ങനെ ലാലേട്ടൻ്റെ ആ ഒരു ഭാഗം കഴിയാണ്. അത് കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അപ്പോൾ ശൈത്യയും അനുമോളും തമ്മിലുള്ളൊരു കോൺവെർസേഷനാണ്. ശൈത്യയ്ക്ക് മനസ്സിലായി, ശൈത്യ വിചാരിക്കുന്ന അനുമോൾക്ക് പുറത്ത് ഭയങ്കര നെഗറ്റീവാണ്. മാത്രമല്ല ആ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുത്തപ്പോൾ, ഈ മൊണ്ണകളെന്ന് വിളിച്ചിട്ടുള്ള വീഡിയോ കാണിച്ചു കൊടുത്ത സമയത്ത് ശൈത്യം ഉണ്ടല്ലോ അതില്. പോരാത്തതിന് ജിസേല് പറയുകയും ചെയ്ത് ശൈത്യ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് കേട്ടു എന്നുള്ളത്. അപ്പോൾ ശൈത്യ പറയുന്നു, എല്ലാവരും ഇനി പറയും നിന്റെ കൂടെ മാത്രം നടക്കരുത് എന്ന് പറയും. ശൈത്യ ഇങ്ങനെ ആദ്യം തന്നെ ഒരു ഡിസ്റ്റൻസ് ഇങ്ങനെ വെച്ച് തുടങ്ങുകയാണ്. അപ്പം അനുമോള് പറയുന്നത്, ശരി എന്നാ നീ എല്ലാവരും പറയുന്നത് പോലെ കേക്ക്, അങ്ങനെയല്ല, നീ എല്ലാവരോടും പോയിട്ട് മിങ്കിൾ ചെയ്യുക, എല്ലാവരോടും പോയിട്ട് ഒരേപോലെ സംസാരിക്കുക, പക്ഷെ എന്നോട് വന്നിട്ട് നീ പറയരുത്, ശരത്തിനോട് സംസാരിക്കുക, അവരോട് സംസാരിക്കുന്നൊന്നും എൻ്റെ അടുത്ത് നീ പറയാൻ പാടില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് അനുമോളുടെ അടുത്ത് നൂറ വന്നിട്ട് പറയാണ്, ശാരിക ചേച്ചി നിന്നോട് എന്തോ സംസാരിക്കണം എന്ന് പറഞ്ഞിരുന്നു എന്ന്. അപ്പം അനുമോള് പറയുന്നു, എനിക്ക് ഒരു ചേച്ചീനോട് സംസാരിക്കണ്ട, ഇനി അവർ നിന്നോട് വന്ന് എന്തെങ്കിലും പറഞ്ഞാൽ നീ പറയാ, ഞാനും ഇവിടെ ഗെയിം കളിക്കാൻ വന്നതാണ്, പിന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചേച്ചി അവളോട് നേരിട്ട് പോയി പറഞ്ഞോ എന്ന് പറയാനായിട്ട് അനുമോള് നൂറേൻ്റെ അടുത്ത് പറയാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ ശൈത്യയും സരികയും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ നടക്കുന്നത്. അപ്പൊ ശൈത്യ പറയുന്നത് ഈ അനുമോൾ ആരോടും മിണ്ടാത്തതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ശൈത്യ പറയുന്നത് അവളുടെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ കുറേ അവളോട് പറഞ്ഞു, പിന്നെ എല്ലാവരോടും പോയിട്ട് മിണ്ട്, എല്ലാവർക്കും കൈ കൊടുക്കുന്നൊക്കെ പറഞ്ഞു, പക്ഷെ അവള് എന്നോട് പറഞ്ഞത് അങ്ങനെ ആരെ പറ്റി എന്നോട് പറയണ്ട, ആരോടെങ്കിലും മിണ്ടാൻ എന്നോട് പറയണ്ട എന്നുള്ളതാണ്. ഞാൻ അതിലൊന്നും സംസാരിച്ചിട്ടില്ല ചേച്ചി, ഞാൻ അതിലൊന്നും ഇടപെട്ടിട്ടില്ല. ഈ മേക്കപ്പിന്റെ ഇഷ്യൂ ഒക്കെ അവള് വന്ന് എന്നോട് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്നിട്ട് ചോദ്യം വന്നപ്പോൾ എന്നോടും ചോദിച്ചു, ഞാൻ പറഞ്ഞു വിട്ടിട്ടാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ ചോദ്യം വന്നു എന്നൊക്കെ
അനുമോൾക്കെതിരെ ശൈത്യ പറയുന്നുണ്ട്. ആ വീഡിയോയിൽ ഞാൻ പെട്ടുപോയതാണ് എന്നൊക്കെ ശൈത്യ പറയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അക്ബറും ശരത്തും കൂടെ ഓരോരുത്തരെയും പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ പറയാണ്. കാരണം അവരുടെ കാഴ്ചപ്പാടിൽ അവർ മാത്രമാണ് വളരെ പെർഫെക്റ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ പോകുന്നത്. മറ്റുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കുഴപ്പമുണ്ട്. അപ്പൊ ആദ്യം അനുമോളെ പറ്റിയിട്ട് പറയുന്നു. ആദ്യം അക്ബർ പറയുന്നു അനുമോള് നല്ലൊരു മൈൻഡ് ഗെയിമർ ആണ് എന്നാണ്. എന്നിട്ട് അത് അപ്പൊ തന്നെ മാറ്റിയിട്ട് ഈ ഫേക്ക് ഗെയിം നല്ല ഗെയിം ആണെങ്കിൽ അനുമോള് നല്ലൊരു ഗെയിമർ ആണ് എന്ന് പറയുന്നു. അപ്പൊ അത് തന്നെ ഏറ്റിട്ട് ഇപ്പുറത്ത് പറയുന്നു ശരിയാണല്ലോ, ഭയങ്കര ഫേക്ക് ആണ് അവള്. അപ്പൊ അക്ബർ പറയുന്നു ഈ അനുമോളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ രേണു ചേച്ചിയൊക്കെ എത്രയോ അടിപൊളിയാണെന്ന്. അപ്പൊ ഇപ്പുറത്ത് അത് തന്നെ ഏക്കോ പോലെ പറയുന്നു ശരിയാണല്ലോ, ഇതൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ രേണു ചേച്ചി അടിപൊളിയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നു അവരൊക്കെ നമ്മുടെ കൂടെയാണെന്ന്, പക്ഷെ അങ്ങനല്ലളിയാ, നമ്മളാണ് ഇപ്പൊ പുറത്തായിരിക്കുന്നതെന്നൊക്കെ ശരത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അഭിലാഷ് ഭയങ്കര സേഫ് ഗെയിമാണ്. പിന്നെ ഒണിയിലാണെങ്കിൽ മിസ്റ്റർ പെർഫെക്റ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നു. ആര്യനെ നമ്പാൻ പറ്റൂല. ഇതിനിടയിൽ കൂടെ ഷാനവാസിന്റെ ഒരു ഷോ. അതുപോലെ അനുമോൾ ഇപ്പോ അനീഷിന്റെ കൂടെയാണ് കൂടുതലും. അപ്പൊ ശരത്ത് പറയുന്നു അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ട് അനീഷിന് പുറത്ത് അത്യാവശ്യം സപ്പോർട്ട് ഉണ്ട് എന്ന്. കാരണം സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് വന്നിട്ടുള്ളതാണല്ലോ. അപ്പൊ ശരത്ത് സ്വയം വിചാരിക്കുന്നത് ശരത്ത് എന്തോ ഒരു വലിയൊരാളാണ് എന്നാണ്. അത് കഴിഞ്ഞിട്ട് സരികയും ഷാനവാസും കൂടെ ഉള്ളൊരു കോൺവെർസേഷൻ കാണിക്കുന്നുണ്ട്. അപ്പൊ സരിക ചെന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു നിങ്ങൾ എന്നോട് പഴയ പോലെ മിണ്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പൊ ഷാനവാസ് പറയുന്നത് ഞാൻ ഇവിടെ ഗെയിം കളിക്കാനാണ് വന്നിട്ടുള്ളത്, എല്ലാം ഗെയിമായിട്ട് തന്നെ കാണുള്ളൂ. അപ്പൊ സരിക പറയുന്നത് ഞാൻ അവരുടെ അക്ബറിന്റെ ശരത്തിന്റെ ഒക്കെ ഗ്രൂപ്പിൽ പോയി ഇരിക്കുന്നുണ്ടെങ്കിലും അവിടെയൊന്നും അവന്മാരെ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ പറ്റി കുറ്റമൊന്നും പറയാറേ ഇല്ല എന്നുള്ളതാണ് സരിക പറയുന്നത്. അപ്പോൾ ഷാനവാസ് പറയുന്നു നിങ്ങൾ അവിടെ പോയി ഇരിക്കുന്നതിലോ സംസാരിക്കുന്നതിലോ ഒന്നും പ്രശ്നമില്ല, അതെല്ലാം ഗെയിമായിട്ടാണ് ഞാൻ കാണുന്നതെന്നൊക്കെ സരികേന്റെ അടുത്ത് ഷാനവാസ് പറയുന്നുണ്ട്. പിന്നെ ശാരികയും രേണുവും തമ്മിൽ സംസാരിക്കുകയാണ്. ഈ ശരത്തിന്റെയും ബിന്നിന്റെയും കാര്യമാണ് സംസാരിക്കുന്നത്. ബിന്നി പോയ സമയത്ത് ശാരിക പറയാണ് ബിന്നി പോയ സമയത്ത് ശരത്ത് കരയുന്ന കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഞാൻ പോകുമ്പോൾ ഇവർ തമ്മിൽ ഇത്ര അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞപ്പോൾ രേണു പറയാ അത് കഴിഞ്ഞ 2 ദിവസം ഇവിടെ ഭയങ്കര കൂട്ടായിരുന്നു, രണ്ടുപേരും ചിരിയും കളിയും തമാശയൊക്കെ ആയിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയിരുന്നു എന്ന് രേണു പറയുന്നു. നമ്മൾ ലൈവ് കണ്ടത് കൊണ്ട് നമുക്കത് ഒരു അതിശയം തോന്നിയില്ല ശരത്ത് എന്തുകൊണ്ട് കരഞ്ഞു എന്നുള്ളത്. പക്ഷെ ഈ 2 ദിവസം കൊണ്ട് ഇത്രയും അറ്റാച്ച്മെന്റ് വന്നോ എന്നുള്ളത് തോന്നിയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ക്യാപ്റ്റന്റെ ഗ്രൂപ്പുമായിട്ടുള്ള ഒരു ഡിസ്കഷൻ നടക്കുന്നത്. അപ്പൊ ശരത്ത് ആര്യനോട് ശരത്തിനെ ഏതൊക്കെ ഗ്രൂപ്പിൽ ഇടണം, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എനിക്ക് സംസാരിക്കാനുള്ള ഒരു സ്പേസ് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ അനുമോളൊക്കെ എന്റെ എതിരെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ശരത്ത് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. ഇനി അനുമോളുടെ പുറകെയാണ്. ശരത്തിന്റെ ഗെയിം എന്താണ്, പേഴ്സണലായിട്ട് മനസ്സിൽ വെച്ചിട്ട് പെരുമാറുക, അവരെ ഒരു ശത്രുവായിട്ട് കണ്ടിട്ട് അവരോട് പോയി അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അനീഷിന്റെ പുറകെ ആയിരുന്നെങ്കിൽ ഈ ആഴ്ച മുതൽ ഇനി അനുവിന്റെ പുറകെയാണ്. അങ്ങനെ പുതിയ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആര്യൻ ഈ ഗ്രൂപ്പ് തിരിക്കുകയാണ്. കിച്ചൺ, ഫ്ലോറ്, ബാത്റൂം എന്നൊക്കെ പറഞ്ഞിട്ട്, വെസൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ കിച്ചൺ ടീമിലേക്ക് അപ്പാനീനെയും അനുവിനെയും ആദിലേനെയും നൂറേനെയും ശാരികനെയും കൂടെയാണെന്ന് തോന്നുന്നു ഇടുന്നു. വെസലിലേക്ക് അക്ബർ, ബിന്നി, റെന, ഒണീല്. അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് ഷാനവാസ്, രേണു, അനീഷ്, അങ്ങനെ ഗ്രൂപ്പ് തിരിക്കുകയാണ്. ഗ്രൂപ്പൊക്കെ തിരിച്ചതിന് ശേഷം നമ്മുടെ ശരത്ത് അവരുടെ ഈ കിച്ചൺ ടീമിന്റെ ഗ്രൂപ്പ് ഡിസ്കഷൻ നടക്കുകയാണ്. എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെയുള്ള ഇതിൽ നമ്മുടെ ടീമിനെതിരായിട്ട് ഒരു കാര്യവും ചെയ്യരുത്, പിന്നെ വ്യക്തി വൈരാഗ്യം വെച്ചിട്ട് പെരുമാറരുത്, ടീമിനെ പറ്റി വേറെ ആരും ഒരു കുറ്റവും പറയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തു നിന്ന് ഒരാളും നമ്മുടെ കിച്ചൺ ഏരിയയിലേക്ക് വരാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്തൊക്കെ നിയമങ്ങളാണ് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ ഉള്ള ഒരു ഡിസ്കഷൻ നടക്കുകയാണ് അവിടെ. അപ്പൊ ശൈത്യന്റെ അടുത്ത് ഇങ്ങനെ ജിസേല് ചോദിക്കുകയാണ് ശൈത്യ അനുമോളുടെ കൂടെ ഇരുന്ന് സംസാരിച്ചതിനെ പറ്റിയിട്ട്. ഉറപ്പായിട്ടും ശൈത്യ നേരെ തിരിഞ്ഞല്ലേ നിൽക്കുള്ളൂ, ഞാൻ അങ്ങനത്തെ ഒരു സംഭവത്തിലേ ഞാനില്ലായിരുന്നു എന്നുള്ള തരത്തിലേ ശൈത്യ സംസാരിക്കുള്ളൂ. ശൈത്യ അങ്ങനത്തെ യാതൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കൂല. ഇപ്പൊ മറ്റുള്ളവരുടെ കൂടെ നിൽക്കും, ചിലപ്പോൾ കുറ്റം പറയും. പക്ഷെ ആ കുറ്റം പറഞ്ഞത് വേറെ ആരെങ്കിലും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അവളാണ് ആദ്യം തുടങ്ങിയത്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, വെറുതെ ഇരുന്നിട്ടേ ഉള്ളൂ എന്ന് ശൈത്യ പറയും. അത് തുടർന്നും ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്.